നമസ്കാരം. ചുരുക്ക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. പയ്യോളിയിലെ ജനകീയ ഡോക്ടർമാരെ ആദരിച്ചു. ഡോക്ടർ പി സച്ചിദാനന്ദൻ, ഡോക്ടർ ശ്രീ ശ്രീനിവാസൻ എന്നിവരെയാണ് പൾസ് ഓഫ് പയ്യോളി ആദരിച്ചത്. പരിപാടി പയ്യോളി മുനിസിപ്പാലിറ്റി ചെയർമാൻ വി കെ അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന് വരെ ഈ രണ്ട് ഡോക്ടർമാരെ പറ്റിയിട്ട് ഒരു ആരോപണമോ ഒരു വിമർശനങ്ങളോ ഉണ്ടാകായിട്ട് എന്റെ അറിയപ്പെട്ടിട്ടില്ല. അതിനിടയ്ക്ക് കുറച്ച് പ്രവാസി ജീവിതം നയിക്കേണ്ടി വന്നവനല്ല. ആ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. പക്ഷെ എന്തെന്നാലും ഞാൻ ഇപ്പം പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിൽ നിൽക്കുന്ന ഒരു 10-30 വർഷത്തോളം ഈ രണ്ട് മഹൽ വ്യക്തികൾക്ക് കൊടുക്കുന്ന ഈ ആദരം കുറച്ചുകൂടി മുന്നേ കൊടുക്കേണ്ടതായിരുന്നു എന്റെ അഭിപ്രായം. എന്നിരുന്നാലും ഈ പരിപാടി സംഘടിപ്പിച്ച 3 വ്യക്തിത്വങ്ങളോടുള്ള സന്തോഷം പോലും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമുക്ക് മുഖ്യാതിഥിയായി ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് സന്നിധിനായി. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ നിങ്ങളെന്നെ പോലെ എനിക്കും വളരെയധികം പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. രണ്ടുപേരും ഞാൻ അനുഭവിക്കുന്ന പോലെ തന്നെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് നന്മകൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. സർക്കാരിലെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ഞാൻ പറയുന്ന ഭാഷയിലും ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട്. എന്നാലും നിങ്ങൾ അറിയുന്ന പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 10ാമത്തെ ബാച്ചിൽ നിന്ന് പാസ്സാകുക എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ പിറകോട്ട് പോയിരിക്കുന്നു ആ മനുഷ്യരുടെ ജീവിതം. എല്ലാ സൗഭാഗ്യങ്ങളും ആ കാലത്ത് നേടാമായിരുന്നിട്ടും എവിടെ പോയാലും പരീക്ഷ എഴുതാതെ, PSC പരീക്ഷ എഴുതാതെ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ കൊടികുത്തി വാഴുന്ന സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാം, പണമുണ്ടാക്കാം. തയ്യും കോട്ടും മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അതെല്ലാം കെട്ടി ലോകമെമ്പാടും വിമാനത്തിൽ സഞ്ചരിക്കാം. വലിയ വലിയ സാമ്പത്തിക ഉടമസ്ഥന്മാരായി ഈ നാട്ടിലെ പുതിയ വിദ്യാഭ്യാസ സംസ്കാരം, വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുന്നില്ല, വിദ്യാഭ്യാസ സംസ്കാരത്തിനനുസരിച്ച് സമ്പന്നത എന്ന് പറയുന്നത് കേവലം പണം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ ലോകത്തിന്റെ മേൽക്കൂരകളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് പല പല സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ പയ്യോളിയിലെ സാധാരണക്കാരായ ജനങ്ങൾ, അന്ന് ആളോഹരി വരുമാനമൊന്നുമില്ല, ഇവിടെ തോണിയിൽ യാത്ര ചെയ്ത് പ്രസവം എടുക്കാൻ പോകുന്ന കാലഘട്ടം, വീടുകളിൽ പോയി ചികിത്സിക്കുന്ന കാലഘട്ടം, നഗ്നപാതരായി വീടുകളിൽ പോയി അസുഖമുള്ളവരെ തേടിപ്പോകുന്ന കാലഘട്ടം, തുച്ഛമായ വേതനത്തിന് ജീവിക്കാൻ വേണ്ടി മാത്രം സേവനം കിട്ടുന്ന ഒരു കാലഘട്ടം, നമ്മൾ അറിയാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇതുപോലെയുള്ള കാറുകളും വിമാനങ്ങളും നമ്മളറിയാവുന്ന ഇത്തരം ഈ മൊബൈൽ ഫോണും ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരു ഗ്രാമപ്രദേശത്ത് വന്ന സാധാരണക്കാരന്റെ ജീവിത സൗഭാഗ്യത്തിന് അതിനെ അനുഭവിച്ച് അവരിൽ ഒരാളായി മാറി തികച്ചും ജനകീയപരമായ രീതിയിൽ ഈ പയ്യോളിയിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ
ഇവർ കാണിച്ച മാന്യതയെ എൻ്റെ പ്രിയപ്പെട്ട സച്ചിയേട്ടൻ ശ്രീനിവാസൻ ഡോക്ടർ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിനീത വിധേയനാണ്. ഈ നാടിനെ പോലെ തന്നെ ഒരു നാടിന്റെ സമ്പന്നത അതാണ്, ഒരു നാടിന്റെ സംസ്കാരവും അതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് ഒരു നാട് അറിയപ്പെട്ടിരുന്നത് ഒരിക്കലും സമ്പന്നതയുടെ പേരിലായിരുന്നില്ല. വിവേകാനന്ദന്റെയും ടോൾസ്റ്റോയുടെയും ഒക്കെ പേരിലാണ് ലോകരാഷ്ട്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അവരുടെ സമ്പന്നത, കലാ, സാഹിത്യം, സംഗീതം തുടങ്ങിയിരിക്കുന്ന വലിയ സാംസ്കാരിക ജനുസിന്റെ ഒരു മൂർത്തിമത് ഭാവത്തിലായിരുന്നു ഒരു രാഷ്ട്രം, ഒരു സമൂഹം, ഒരു സംസ്കാരം അറിയപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് സമ്പന്നത എന്ന് പറയുന്നത് തികച്ചും പണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തിലോട്ട് നമ്മൾ അനുഭവിച്ചപ്പോഴേ പരസ്പരം കൊലപാതകങ്ങൾ, ഞാനോ നീയോ വലുത് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു ലോകം, കുട്ടികൾ ലഹരിക്കടിയാകുന്നത്, ആ ഭാര്യയും ഭർത്താവും കണ്ടാൽ തിരിച്ചറിയാത്തത്, വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും നമ്മൾ കണ്ടാൽ തിരിച്ചറിയാത്തൊരു ലോകം, നേതാവിൽ അണികൾക്കില്ലാത്തുള്ള വിശ്വാസക്കുറവ്, ഇതൊക്കെ വരുന്നത് ഞാനോ നീയോ എന്നുള്ള മേഖലയിലേക്ക് നമ്മുടെ ജീവിത സാക്ഷാത്കാരത്തിന് കൊണ്ടുപോയ ഒരു പ്രത്യേകതരം രീതിയാണ്. ആ രീതിയിൽ നിന്ന് മാറ്റി ഇങ്ങനെയില്ലാത്ത ഇതൊന്നും അല്ല ശരി എന്ന് വിശ്വസിക്കാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇവർ കാണിച്ച സൗമുഖ്യം എൻ്റെ പ്രിയപ്പെട്ട സച്ചിയേട്ടനും ശ്രീനിവാസൻ ഡോക്ടർക്കും നിങ്ങൾക്കത് സാധിച്ചല്ലോ. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയണം. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ശവം കീറിയിട്ടാണ് ആദ്യത്തെ പഠിക്കണം. ആദ്യത്തെ 4.5 വർഷം നീണ്ടു നിൽക്കുന്ന 1.5, 3 അങ്ങനെ 3 സെഗ്മെന്റ് ആയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഓരോ ഡോക്ടർമാരും അങ്ങനെയാണ് ആകുന്നത്. അപ്പൊ ഓരോ മരിച്ച മനുഷ്യർ, പലയിടങ്ങളിലും വ്യാജകർ അല്ലെങ്കിൽ തന്റെ നമ്മുടെ ശരീരം വിട്ടുകൊടുത്തിട്ടുള്ളവർ, അവരങ്ങനെ മെഡിക്കൽ കോളേജിൽ ഫോർമാലിൽ നിന്ന് ഓരോ ശവങ്ങളും ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അവരെടുത്തിട്ട് ഒരു ടേബിളിൽ കിടത്തും. ആ ടേബിളിൽ കിടത്ത് അവിടുന്ന് കീറി പഠിക്കും. ഒരു 5 വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തും 5 വിദ്യാർത്ഥികൾ മറുഭാഗത്തും, ഒരു 10 വിദ്യാർത്ഥികൾ ഒരു ബോഡി ഡിസെക്ട് ചെയ്യും. ഡിസെക്ട് ചെയ്തുമ്പോൾ ഈ ഫോർമാലിനെ ഏറ്റിട്ട് ഇങ്ങനെ കണ്ണുനീര് വരും. ഫോർമാലിൻ കണ്ണിൽ അടിച്ചാൽ ഇങ്ങനെ കണ്ണുനീര് വരും. കണ്ണുനീര് കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വൈദ്യ വിദ്യാഭ്യാസം ഇരിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് കൃത്യമായി എനിക്ക് ഇതിനെ പറഞ്ഞാൽ മതിവരില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടകനും പറഞ്ഞിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് അവരെ ഈ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയൊരു പുണ്യം എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട. നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടെ ഈ ജനപ്രതിനിധികൾ, ഒരിക്കൽ ജനപ്രതിനിധിയായാൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചെയർമാനാണ് ഇപ്പോഴും. അദ്ദേഹം ഒരു പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം ചെയർമാൻ അല്ലല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പൊതുവികാരത്തിന്റെ ഭാഗമാണ്. അദ്ദേഹമാണ് സ്റ്റാമ്പ് ചെയ്യുന്നത് ഏറ്റവും സമർത്ഥനായ, ഒരു തരത്തിൽ ആരോപണത്തിനും വിധേയമല്ലാത്ത, സാധാരണക്കാരിൽ സാധാരണക്കാരായ, മനുഷ്യസ്നേഹിയായ 2 ഡോക്ടർമാർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇല്ലാത്തവന് മരുന്ന് കൊടുക്കുന്ന, ഇല്ലാത്തവനെ സ്നേഹിക്കുന്ന, ഇല്ലാത്തവനെ തലോടുന്ന ഈ നല്ല മനുഷ്യരെന്ന് അവർ പറയുന്നത് അവർ കേട്ടല്ലോ. ഒരു ജീവിതത്തിൽ അവർക്ക് അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അതെന്റെ പ്രിയപ്പെട്ട ഡോക്ടർ കഴിഞ്ഞ ദിവസം വിവാദങ്ങളില്ലാണ്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ നല്ലത് എന്ത് ചെയ്താലും ഒരു പുതിയ ലോകമുണ്ട് നമ്മുടെ മുമ്പിൽ. നല്ലത് ചെയ്യുന്നവർ പരമാവധി ക്രൂശിക്കപ്പെടുക. ചരിത്രത്തിൽ മുഴുവൻ എങ്ങനെയാണ്? നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനെ ക്രൂശിക്കപ്പെടും. അങ്ങനെ ക്രൂശിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് അവർ വാഴ്ത്തപ്പെടുന്നത്. ജീവിതകാലം മുഴുവൻ അവരിങ്ങനെ ദുഃഖവുമായി നടക്കും. നല്ലത് ചെയ്യുന്നവൻ നല്ല വൃക്ഷത്തിൽ മാത്രമേ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെ നല്ല മനുഷ്യരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നല്ല മനുഷ്യരെ കല്ലെറിയുമ്പോഴും ഒരു കാര്യം വിവേകാനന്ദ സ്വാമികൾ പരമഹംസരോട് ചോദിച്ചപ്പോൾ ആ കഥ നിങ്ങൾ ഓരോ പൊതുപ്രവർത്തകരും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് തത്വശാസ്ത്രത്തിന്റെ ബലിപ്പുരിയിൽ നമുക്ക് ചില നല്ല കാര്യങ്ങളിലേക്ക് ഒരു കണ്ണോടിക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞു, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഞാൻ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും സമൂഹം എന്നെ കല്ലെറിയുന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കരിങ്കൽ ശിലയിൽ ജീവനുണ്ടെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ശില്പികൾ ഏതൊരു
ശ്രീകോവിലിലും നിങ്ങൾ പ്രതിഷ്ഠ നടത്തുമ്പോൾ കൊത്തി 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 ഒരു ആൾരൂപം അവരുണ്ടാക്കി വെക്കും. ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കല്ലിന് എന്തൊക്കെ നിങ്ങളോട് വിളിച്ചു പറയാമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ശ്രീകോവിലെത്തി അത് പ്രദർശനത്തിന് വെക്കുമ്പോൾ, അതല്ലെങ്കിൽ ശ്രീകോവിലിന്റെ നട തുറക്കുമ്പോൾ നിങ്ങളെ കാണുമ്പം 10,000 നിങ്ങളെ വന്ന് വണങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നല്ലത് ചെയ്യുന്നവനെ സമൂഹം എല്ലാ കാലത്തും ഒരു ദിവസം അംഗീകരിച്ചിരിക്കും. നിങ്ങൾ എത്ര പറഞ്ഞാലും നല്ലത് ചെയ്യുന്നവൻ, മടിയിൽ കനമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, നല്ലത് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം, നല്ല കാര്യങ്ങൾ സംശുദ്ധമായി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും അവരെ ഒരു കാര്യത്തിൽ നിന്ന് തടയാൻ കഴിയുന്നില്ല. അതിനുള്ള ഉദാഹരണം കൂടിയാണ് ഇവർ രണ്ടുപേരും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ, കർമ്മശുദ്ധിയുള്ളവർ, കർമ്മവൈഭവമുള്ളവർ. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇവരെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ സച്ചിയേട്ടനും ശ്രീനിവാസൻ ഡോക്ടർക്കും ഞാൻ ആദരിക്കാൻ മാത്രം എന്താ പറയുക ഉള്ള ഒരു വൈമുഖ്യവും ഒരു വലിയ ഇതൊന്നും എനിക്കില്ല. എനിക്കുള്ളത് അവരുടെ അനിയനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞതിലുള്ള ഭാഗ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സത്യം. ഒരനിയനെ ഏട്ടനെ ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വന്യേച്ചിനെ ഞാൻ ഒരു 6 മാസം കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിയെ ഞാൻ വീട്ടിൽ പോയി കാണാറുണ്ട്. അത് മേഡത്തിനെയും ഞാൻ കാണാറുണ്ട്. ജയേട്ടനും ആ കുടുംബത്തിലെല്ലാവരും എനിക്ക് അത്ര വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഇവരോട് വൈകാരികപരമായ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. നാട് മുഴുവൻ ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ പാഠവും ഭാഷാ വൈദഗ്ധ്യവും ഞാൻ പ്രകടിപ്പിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു കുടുംബ സദസ്സിലായതുകൊണ്ട് മാത്രമാണ്. ഇതെന്നെ ഈ പയ്യോളിയിലെ പ്രബുദ്ധരായ നല്ലവരായ ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു വേദി അല്ലാത്തത് കൊണ്ട്, ഒരു കുടുംബ സദസ്സായതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം വളരെ ലാളിത്യത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇതുവരെ ഞാൻ സംസാരിച്ചത് ഒരു ഡോക്ടറായിട്ടും അനിയനായിട്ടും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറൊക്കെ ആയിട്ടാണ്. ഇനി ഞാനൊരു പുരോഹിതൻ്റെ വേഷം ധരിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലൊരു പൂജാരിയും കൂടിയാണ്. അതിൽ ഒരു പുരോഹിതൻ്റെ വേഷത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് നാരായണീയത്തിലെ നിങ്ങളെന്നും ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. അതിങ്ങനെയാണ്: അജ്ഞാത്വാതേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചൈതസഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാ ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷസ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിദമിഹ കുരുദാ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്